നസ്ലിനെ മറ്റേ ഇവിടെ ഇടിച്ച് ഇവിടെ ഇളകുന്നുണ്ടല്ലോ, അതാ ശരിക്കുള്ള പഞ്ചായിരുന്നു. നല്ല പഞ്ച് തന്നെയാണത്. അത് നല്ല ഹെവി ഹിറ്റ് തന്നെയാണ് അത് ചെയ്തത്. അത് 3 പഞ്ച് നമ്മൾ അത്രയും ഹൈ സ്പീഡിൽ അത് കാണിക്കുന്നുണ്ട്. 3 പഞ്ചും ഒറിജിനൽ തന്നെ, ഒറിജിനൽ പഞ്ചസ് ആണ്. പല തവണയായിട്ട് എടുത്തതാണ്. ആ ഹിറ്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് വേണം. തല കലങ്ങിപ്പോവും. ഇങ്ങനെ രണ്ടായിട്ടൊക്കെ ആയിരിക്കും കാണുക. കുറച്ച് ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാലൊക്കെ ആൾ അൺകോൺഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ഇടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജോരി പോവും, ഇത് അൺകോൺഷ്യസ് ആവും, ഇത് അൺകോൺഷ്യസ് ആവും. ഇത് പിന്നീട് വേണമെങ്കിൽ ഇയർ ബാലൻസിനെയും ബാധിക്കാം. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ വൺ ഓഫ് ദ മെയിൻ ഗണു തന്നെയാണ്. ഈ ഏൺഡ് ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. അവളുടെ ഇടി കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രേമം തോന്നണം കോച്ച് എന്നാണ് ജോഫിൻ്റെ അടുത്ത് പറയുന്നത്. റഹ്മാൻ കിസ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാം. അത് പറയാൻ പറ്റില്ല. അത് സീൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ പേഴ്സണൽ ലൈഫ് അവനാണ് ചാൻസ്. ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ആ കുട്ടിയെ കരഞ്ഞല്ലാതെ കണ്ടിട്ടില്ല. അത് ബ്രേക്ക് ടൈമിലും കണ്ണൊക്കെ കലങ്ങിയാണ്. ഷി വാസ് പുഷിങ് സോ ഹാർഡ്. അത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ ടേക്ക് പറയുമ്പോൾ കരയാൻ പറ്റില്ല എന്നല്ലെങ്കിൽ. പിന്നെ മൂസിൻ്റെ കൂടെ തന്ത വൈബ് അല്ലാതെ തന്നെ വേറൊരു സിനിമയും പ്ലാൻ ഉണ്ട്. അത് മൂസിൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂസിൻ്റെ വൺ ഓഫ് ദ ഡ്രീം പ്രോജക്റ്റ് ആണ്. അതൊരു പീരിയഡ് ഡ്രാമയാണ്. ഷെമിൻ സ്റ്റുഡിയോയിൽ ഇന്ന് ജിംഷി ഖാലിദ്. ഹായ് ജിംഷി. ഈ ആലപ്പുഴ ജിംഖാന തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ ഒരു നല്ല റെസ്പോണ്ട് എന്തായിരിക്കും? ബോക്സിങ് നന്നായിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ എന്നുള്ളൊരുപരി ബോക്സിങ്ങിനെ കുറിച്ചൊരു പടം ചെയ്യുമ്പോൾ ആ ബോക്സിങ്ങിൽ ട്രൂ ആയിരിക്കണം. അത് വളരെ അതിൻ്റെ ഓത്തൻറ്റിസിറ്റിയോടുകൂടിയും ക്ലിനിക്കലായിട്ടും കാണിക്കണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിഷും ആവാതെ അതായിരുന്നു ശ്രമം. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഈ ബോക്സിംഗ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഒറിജിനൽ ഡോക്യുമെന്റേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ച് സിനിമാറ്റിക്കും ആകണമല്ലോ. അപ്പം ആ ഒരു തീരുമാനം അതെങ്ങനെയായിരുന്നു ചർച്ചയൊക്കെ? അല്ല, ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും സിനിമാറ്റിക് ആയിരിക്കണം. നമ്മളൊരു കച്ചവട സിനിമ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ്. നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഷമീൻ പറഞ്ഞ ആ ക്ലീഷേ ബ്രേക്ക് ചെയ്യുന്നൊരു ഒരു കടമ്പ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ തലവേദന നമുക്കുണ്ട് ക്രിയേറ്റീവ് സൈഡ്. ഇപ്പോൾ ഒരു സീൻ നമ്മൾ ക്ലീഷേ ബ്രേക്ക് ചെയ്ത് അത് വേറെ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ പിന്നെ ബോക്സിങ്ങിൽ നമ്മൾ അങ്ങനെ വേറെ ഒരു ഇല്ലാത്തൊരു സ്റ്റൈലോ അല്ലെങ്കിൽ അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് കംപ്ലീറ്റ്ലി സിനിമാറ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വേൾഡ് സിനിമാസും ബോക്സിങ്ങിനെ കുറിച്ച് ഇന്ത്യൻ സിനിമാസ് അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരുപാട് സിനിമകളും പിന്നെ ഒരുപാട് ഫൈറ്റേഴ്സിനെയൊക്കെ റെഫർ ചെയ്ത് ട്രയൽ ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ ജിമ്മിൽ തന്നെ ഇവർ വെച്ചിട്ട് ചെറിയൊരു ട്രയൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഇവർ കൊറിയോഗ്രാഫിയൊക്കെ ഏകദേശം സെറ്റ് ആവാൻ, അതായത് ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന ആ ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു 2-3 മാസമായിട്ട് പിള്ളേർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡാൻസ് പോലെ അവർക്ക് ഇപ്പോൾ ആ സെക്കൻഡ് റൗണ്ടിൽ തേർഡ് കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം. അത്രയും മനഃപ്പാടമാക്കിയിട്ടാണ് അവർ ഈ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ റഹ്മാൻ ഒരു എന്നെ വിളിച്ച് പറഞ്ഞു, അവർ കൊറിയോ ഒക്കെ സെറ്റായിട്ടുണ്ട്, താനൊന്ന് വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം പോയി കണ്ടു. എന്നിട്ട് ജിമ്മിൽ നിന്ന് തന്നെ നമ്മളൊരു ഡിസ്കഷൻ ചെയ്തായിരുന്നു ഇത് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ഒരു ട്രയലൊക്കെ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു മൂവി ക്യാമറയിൽ തന്നെ പ്രോപ്പറായിട്ടൊന്ന് എടുത്തു നോക്കാം ഒരു റൗണ്ട്. എനിക്ക് തോന്നുന്നു ഗണുവിൻ്റെ റൗണ്ടാണ്, ഗണുവിൻ്റെ ഫൈറ്റിൻ്റെ ഒരു റൗണ്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഷൂട്ട് ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കത് എങ്ങനെയൊക്കെ അത് ആ ഷൂട്ടിംഗ് സിറ്റുവേഷനെ നമുക്ക് ഇപ്പോൾ ക്യാമറ ഗിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെ വേണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യാം, എങ്ങനത്തെ മെഷീൻ യൂസ് ചെയ്യണം, ഏത് ലെൻസായിരിക്കും ഇതിന് ബെറ്റർ
എന്നുള്ള തീരുമാനങ്ങളൊക്കെ ആ ട്രയൽ ഷൂട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ. ഈ ആക്ച്വൽ ഷൂട്ട് ഡേയിൽ നേരെ ഷൂട്ടിലേക്ക് കിടക്കായിരുന്നു ആ നേരെ ദിവസം? ഷൂട്ടിലേക്ക് കിടക്കണം. അവിടെ പിന്നെ രാവിലെ വന്നിട്ട് ഇത് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അല്ല, അവിടെ പിന്നെ ഞാൻ സെറ്റപ്പ് ചെയ്യാനൊന്നുമില്ല. അത് ഒന്നാമത്തെ കാര്യം പടം കണ്ടതല്ലേ. അതെ അതെ. അപ്പോൾ അവർ സ്റ്റേറ്റ് മത്സരം നടക്കുന്ന ആ വെന്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ഹാൾ. അപ്പോൾ അത് നമ്മളൊരു 2 to 3 days ഒരു അതിൻ്റെ ഒരു 20 days-ഓളം അതിൻ്റെ ആർട്ട് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. സ്റ്റേജ് ഇടലും അതിൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യലും കസേരകളും എല്ലാം. പിന്നെ നമ്മൾ ഒരുപാട് LED സ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ LED സ്ക്രീൻസ് അതൊക്കെ പ്ലേസ് ചെയ്യുന്ന പരിപാടി. അപ്പം ഞാനത് അതൊക്കെ ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞൊരു ഷൂട്ടിനൊരു 3 ദിവസം മുമ്പ് മുതൽ ലൈറ്റപ്പ് തുടങ്ങിയായിരുന്നു അവിടെ. 3 days പ്രീ ലൈറ്റപ്പ്. ആ സമയത്ത് തന്നെ ഈ ക്യാമറയൊക്കെ എങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ഒരു നമ്മുടെ ഒരു റെഗുലർ വേയിലല്ലാതെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മൂവ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ ഞാൻ ചെയ്ത ട്രയൽ ഷൂട്ട് ഒരു ബിഗ് ഫെയിലിയർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ നിന്നാണ് ഓക്കെ, അപ്പോൾ ഇത് നടക്കില്ല. സോ ഐ നീഡ് ടു ഇംപ്രൊവൈസ് ഓർ ലൈക്ക് അതിന് വേറെ സപ്പോർട്ട്സ് വേണം. അത് ക്യാമറ ബാലൻസ് ആവണം, എന്നാലോ അത് എങ്ങനെ വേണമെങ്കിലും മൂവ് ആവണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും പിന്നെ അതുകൊണ്ട് തന്നെ ഈ ബഞ്ചി റോപ്പില്ലേ, ബഞ്ചി ചാടുന്ന, നമ്മൾ ബഞ്ചി റോപ്പ്, അതായത് റിങ്ങിൻ്റെ നടുക്ക് ഒരു ബഞ്ചി റോപ്പ് ഇറക്കിയിട്ട് അതിലാണ് ഞാൻ ക്യാമറ ഫിക്സ് ചെയ്തിരുന്നത്. സോ ഐ ക്യാൻ റൺ വിത്ത് ഇറ്റ് എനിവേർ. അതൊരു റൺ ആൻഡ് ഗൺ സെറ്റപ്പായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് മൂവ് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്തത് ഈ സമയത്താണ്, ഈ പ്രീ ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് അങ്ങനെയുള്ള റിഗുകളും അതിനുള്ള വെൽഡിങ്ങുകളും വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നത്. പിന്നെ ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ യെസ്, നമ്മൾ ആ കൊറിയോനെ കുറിച്ച് സംസാരിക്കും, പിന്നെ യൂഷ്വൽ ഡയറക്ടർ, DOP, ടീം ഡിസ്കഷൻസ് ആൻഡ് ദെൻ ജസ്റ്റ് ഗോ ഫോർ ദ ഷൂട്ട്. അതുപോലെ ഈ ക്യാമറ ഒരു വെയിറ്റും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അതാണ് നമ്മളിപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു BTS എടുത്ത് നോക്കുമ്പോൾ ഒരു മൂവി ക്യാമറ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ എത്രത്തോളം കേബിൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഡിവൈസ് അതിൽ സ്വിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഒരു എസ്പെഷ്യലി ഒരു സൂം ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സൂം മോട്ടർ വരും. ആ സൂം മോട്ടറിൻ്റെ പുറകിൽ ഫോക്കസ് മോട്ടർ വരും. അതുകൂടാതെ ഇതിൻ്റെ വയർലെസ് കണക്ഷൻസിൻ്റെ ഒരു മൊഡ്യൂള് വരും. പിന്നെ അതുകൂടാതെ സൗണ്ട് റെക്കോർഡർ, സൗണ്ട് സിസ്റ്റത്തിൻ്റെ വേറൊരു മൊഡ്യൂള് വരും. ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് വേറൊരു വൈഫൈയുടെ ഒരു ചിപ്പ് അതിൽ വേറെ വേണം. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴേക്കും ഇപ്പം ഇത്രയുള്ളൊരു ക്യാമറ ആണെങ്കിൽ അത് ഇത്രയായി. പിന്നെ ഇതൊന്നും പോരാതെ ഇതിൻ്റെ മാറ്റ് ബോക്സ്, അതിൻ്റെ ഫിൽറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ റൺ ആൻഡ് ഗണ്ണായിട്ട് പോകേണ്ടിയിരിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് അത്ര ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഷീൻ വെച്ചിട്ട് അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് ഇറ്റ് ടു ബി വെരി ലൈറ്റ്, വെരി ഹാൻഡി ആൻഡ് ഈസിലി ഈസിലി മൂവബിൾ കൈൻഡ് ഓഫ് ഒരു മെഷീനാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത എല്ലാ ഡിവൈസസും ഞാൻ അതിൽ നിന്ന് ഊരി മാറ്റി. ആൻഡ് ജസ്റ്റ് ദ ബ്രെയിൻ ആൻഡ് ദ ലെൻസ്. ബ്രെയിൻ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ബോഡി, ക്യാമറയുടെ ബോഡി മാത്രം. അതിലിപ്പോൾ സൗണ്ടിൻ്റെ സുനയോ അതിൽ വേറെ വയറോ അതിൽ ഫോക്കസ്, ആകെ കൂടെ ഫോക്കസ് മാത്രമേ അതിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. അത് ആസ് ലൈറ്റസ്റ്റ് ആസ് പോസിബിൾ, മാർക്കറ്റിലുള്ള ഏറ്റവും ലൈറ്റസ്റ്റ് മൊഡ്യൂളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു മെഷീൻ വെച്ചിട്ടാണ് അത് പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഇപ്പോൾ ആക്ഷൻ ഷൂട്ടിന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വന്നൊരു 8:30 തുടങ്ങുന്ന ഇടി രാത്രി 7-8 മണി വരെ നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കണം. അത്രയും നേരം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഇഫ് ഇറ്റ് ഇസ് ബിഗ്. ഇത് ഒരു യൂഷ്വൽ ഒരു ഷോൾഡർ പാഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഒരു 13 to 15 kgs വരും. അത് നമ്മൾ ഷോർട്ട് അനുസരിച്ച് തോളത്ത് വെച്ച് മൂവ് ചെയ്യുക ഫോർ എ ലോങ് ഡേ, ദ ഹോൾ ഡേ എന്ന് പറയുന്നത് അത് 1-2 ദിവസമല്ല, നമ്മൾ 40 ദിവസമാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഓൺലി ദ ഫൈറ്റ്സ്. ആ ഫൈനൽ മാച്ച് കോമ്പറ്റീഷൻ നടക്കുന്നത് 40 ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി 40 ദിവസം എടുത്തു. ഓക്കെ. ഈ 40 ദിവസം ആക്ടേഴ്സ് അതേ ഒരു എനർജിയിൽ നിൽക്കണം,
അല്ലേ? പിന്നെ അവർക്ക് ഒന്നും പറ്റാനും പാടില്ലല്ലോ. അവർക്ക് ഇത് കഴിഞ്ഞിട്ടും വർക്കൊക്കെ ചെയ്യേണ്ടതല്ലേ. നമ്മുടെ ഈ ഡയറക്ടർ റഹ്മാനായാലും ആക്ടേഴ്സ് ആയാലും ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പരിധിയിൽ കൂടുതൽ ഫേക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് സ്റ്റേ ട്രൂ ടു ബോക്സിങ്, നമ്മളത് ഏറ്റവും റിയലായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അത് ഫേക്ക് ചെയ്താൽ അത് മുഴച്ച് നിൽക്കും. നമ്മളത് ട്രൈ ചെയ്ത് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുത് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇടി നടക്കുമ്പോൾ അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലാണ് അയാളുടെ ഹെൽത്ത്. ആള് ഇപ്പോൾ 104 ഡിഗ്രി പനിയിലൊക്കെയാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഒരു 2 to 3 hour ഷൂട്ട് ചെയ്തിട്ട് അവൻ്റെ ഫൈറ്റ് ബ്രേക്ക് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കലാണ് പതിവ്. എന്നിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസം വരും. ഹി വാസ് അഡ്മിറ്റഡ് ആൻഡ് പുള്ളി ഹോസ്പിറ്റൽ റൂമിൽ നിന്നല്ല വരുന്നത്, ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിള്ളേർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ദീസ് ആർ ഓൾ കിഡ്സ് മാൻ, ദേ ആർ ഓൾ വെരി യങ്. എല്ലാവരും 25 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്, എക്സെപ്റ്റ് ഗണപതി. ഗണപതിക്ക് ഭയങ്കര ഫാൻസ് ആയിട്ട് ഇതിലെ ക്യാരക്ടർ പ്രത്യേകിച്ച് കണ്ടിട്ട്. അതെ. എനിക്കും ഈ പടത്തിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ വൺ ഓഫ് ദ മെയിൻ ഗണു തന്നെയാണ്. ഹി ഏൺഡ് ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. He earned it. He worked a lot for it. He believed in us. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, റിബ്സ് പൊട്ടിയിട്ടുണ്ട് പുള്ളിയുടെ. എല്ലാവർക്കും തന്നെ പരിക്കുപറ്റിയിട്ടുണ്ടോ? എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രാക്ടീസിങ് സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ സ്പാർ ചെയ്യുന്നത്, സ്പാറിങ് മീൻസ് ഇവർ ട്രയൽ ഫൈറ്റ്സ് ചെയ്യുന്നത് പ്രൊഫഷണൽസിൻ്റെ കൂടെയാണ്. അപ്പോൾ സംടൈംസ് അവരൊരെണ്ണം ഒരു ബോഡി ഷോട്ടൊക്കെ അവർ ആക്ച്വലി കൊടുക്കും. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ടേക്സ് ടു യുനോ. ശ്വാസം കിട്ടില്ല, നമ്മളൊരു 2-3 seconds നമ്മൾ ഇനി ഇരുന്ന് പോകും. അത് പറയുമ്പോൾ വാരിയലിന് പൊട്ടുക എന്നൊക്കെ പറയും, പക്ഷേ ഒരു ഹെയർ ലൈൻ ക്രാക്കാണ്, ദാറ്റ് ഗോസ്. ബട്ട് അവരതിനുള്ളൊരു മനസ്സ് കാണിച്ചു, അതോടെ മതി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷേ they were really good. ഈ നസ്ലിനെ മറ്റേ ഇവിടെ ഇടിച്ച് ഇവിടെ ഇളകുന്നുണ്ടല്ലോ, അതാ ശരിക്കുള്ള പഞ്ചായിരുന്നു? നല്ല പഞ്ച് തന്നെയാണത്. അത് നല്ല ഹെവി ഹിറ്റ് തന്നെയാണ് അത് ചെയ്തത്. 3 പഞ്ച് നമ്മൾ അത്രയും ഹൈ സ്പീഡിൽ അത് കാണിക്കുന്നുണ്ട്. അത് 3ഉം പല തവണയായിട്ട് എടുത്തതാണ്. അതല്ലാതെ ഒരു ഷോട്ട് എടുത്തു, അത് കിട്ടി, അതിനുശേഷം ഉടനെ അടുത്ത 2 ഇടി എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവറിലാണ് ആ ഹിറ്റ് കിട്ടുന്നത്. ആ ഹിറ്റിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് വേണം. തല കലങ്ങിപ്പോവും, ഇങ്ങനെ രണ്ടായിട്ടൊക്കെ കാണുക. അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ അവന് റെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി 2 ഷോട്ട് എടുക്കുന്നത്. അതല്ല, ഒറ്റ ദിവസം തന്നെ നമ്മൾ ഈ 3 ടേക്കും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് കഴിഞ്ഞിട്ട് കമ്പോസ്ഡ് ആയിട്ട് സീൻസ് അഭിനയിക്കേണ്ടതാണ്. ഒന്നും നടക്കില്ല. പിന്നെ ഒന്ന് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ കീപ്പ് ചെയ്യണ്ടേ. 3 പഞ്ചും ഒറിജിനൽ തന്നെ, ഒറിജിനൽ പഞ്ചസ് ആണ്. അപ്പോൾ ഇത്ര ഒറിജിനലായിട്ട് ഇടിക്കുമ്പോൾ എന്നാൽ ഒരു ഷോട്ട് മതി എന്ന് കോംപ്രമൈസ് ചെയ്യില്ല അല്ലേ? പണ്ട് ടോവിനോ മറ്റേ തല്ലുമാല കഴിഞ്ഞ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ഡയറക്ടർക്ക് ഇങ്ങനെ ഫേക്ക് ചെയ്യുന്ന അത്ര വലിയ ഇഷ്ടമല്ല. നമ്മൾ ഈ ബോക്സിങ്ങിനോട് ഇഷ്ടമുള്ളത് കൊണ്ടും പിന്നെ ഇവരുടെ കൂടെ ഈ 6 മാസം റഹ്മാൻ ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ കൂടെ റഹ്മാൻ അത് ഇരിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഫണ്ടമെന്റൽസ് ഒക്കെ റഹ്മാൻ അറിയാം. ഒരിക്കലും അതെ സിംഗിൾ പഞ്ച് നോക്കൗട്ട്സ് ഒക്കെ റിയലി ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ഒരു കോമ്പിനേഷൻ ചെയ്ത ഒരാളെ തീർക്കുന്നത്, ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് പഞ്ചസ്. ഒരു 6 പഞ്ച് ഉള്ള ഒരു 6 പഞ്ചസ് ആണുള്ളത്. അതിലൊരു 3 പഞ്ച് കോമ്പിനേഷനിൽ ഒരാളെ തീർക്കുന്നതിൻ്റെ ഒരു ഭംഗി. തീർച്ചയായിട്ടും അല്ല, ഞാൻ അതിൻ്റെ ഒരു അതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു നെസ്ലിന് ഇടികൊള്ളുമല്ലോ എന്നോർത്തിട്ട് ഒരു ഡീൽ തീർക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അത് നമ്മൾ ഓൾറെഡി അവൻ്റെ അടുത്ത് സംസാരിച്ചു. അവനും അതിൽ എക്സൈറ്റഡ് തന്നെയായിരുന്നു. ഇടികൊള്ളും എന്നറിയാന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര അഡ്രിനാലിൻ റഷിലാണ് അത് ചെയ്തത്. ചെടി കൊണ്ടപ്പോൾ അത്ര റഷ് ഉണ്ടായിരുന്നില്ല. അതെന്നെ പറഞ്ഞു, ബാക്കി ഇനി നമുക്ക് അടുത്ത ദിവസം ഇടിച്ചാൽ മതി എന്നാണ് തന്നെ പറഞ്ഞു. പല്ലിനൊന്നും പറ്റില്ല. ഇല്ല. അത് നമ്മളിത് ആ പഞ്ച് ചെയ്യിക്കുന്നത് ഒരു
പ്രൊഫഷണലിനെ കൊണ്ടാണ്. അതായത് സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനൊക്കെ പോയിട്ടുള്ളൊരു പ്രൊഫഷണൽ ഫൈറ്ററാണ്. അത് പുള്ളി കേരളത്തിന് വേണ്ടിയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്, കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൊരു ഫൈറ്ററൊക്കെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാനും അത് കറക്റ്റ് ചിന്നിൽ വീഴേണ്ട ഇടി അത് കുറച്ച് ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാലൊക്കെ ആൾ അൺകോൺഷ്യസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ഇടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടറെ കൊണ്ട് ചെയ്യിച്ചാൽ ചിലപ്പോൾ അത് മാറി ചെവിക്കൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാനും അത് കറക്റ്റ് പവറിൽ അത് അവിടെ എത്താനും വേണ്ടിയിട്ട് അതൊരു പ്രൊഫഷണലിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചത്. പുള്ളി കറക്റ്റ് ഫ്ലഷിൽ തന്നെയാണ് ഇടിച്ചത്, നോട്ട് ദ ജോയിന്റ്. നമ്മൾ പറഞ്ഞു അത് ഇവിടെ വേണം ലാൻഡ് ചെയ്യാൻ, നോട്ട് ഹിയർ. ഇത് ജോ ഊരിപ്പോവും, ഇത് അൺകോൺഷ്യസ് ആവും, ഇത് അൺകോൺഷ്യസ് ആവും. ഇത് പിന്നീട് വേണം ഇയർ ബാലൻസിനെയും ബാധിക്കാം. ഭയങ്കര റിസ്ക് എടുത്തിട്ട് തന്നെ അവർ ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ആണ്. ആ ഒരു ഷോർട്ട് ഡിസൈൻ കോമഡി പടമാണ്. പക്ഷേ അതെ, ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഒരുപാട് പേര് അതാ പറയും, നമ്മള് ഓക്കെ ഇങ്ങനെയാണ് വേണ്ടത്, ഇത് ഇങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പലയിടത്തും ഭയങ്കര ഗൂസ്ബം മൊമെന്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കോൾ ഉണ്ടല്ലോ, ക്ലീഷേ ബ്രേക്ക് ചെയ്താൽ ഒരു മാസ് ഓഡിയൻസിലേക്ക് ചെല്ലുമ്പോൾ അതെങ്ങനെ എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തുടക്കവും ഇതിനൊരു പ്രോപ്പറായിട്ടൊരു അവസാനം, അതൊരു കറക്റ്റ് ഒരു ആസ് എ സ്ക്രീൻ പ്ലേ ഒരു വട്ടം എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു അവസാനം ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടെങ്കിൽ പോലും അത് പുള്ളി അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസിലാണ് ഈ കോച്ച് എന്ന് പറയുന്നൊരു വ്യക്തി. പുള്ളി ഒരു ആങ്കർ മാനേജ്മെൻ്റ് ഒക്കെ ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് പുള്ളി അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇനിമേലത് പ്രൊഫഷണൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു തീരുമാനങ്ങളിലേക്കൊക്കെ പുള്ളിനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ അതൊരു പടം ഒരു മോട്ടിവേഷനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആ സിനിമയിൽ ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റിന് വേണ്ട, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ട, ഇപ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ സിനിമയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അത് പ്രേക്ഷകൻ ഉദ്ദേശിക്കുന്നിടത്തല്ല പ്ലേസ് ചെയ്തത് എന്നുള്ളതൊരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. അതാണ് ആസ് എ ഫിലിം മേക്കർ റഹ്മാൻ്റെ ബ്രേവ്നെസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഇപ്പം അവൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പം എനിക്കോ അവനോ തിയേറ്ററിൽ പോയിട്ട് ഞാനും അവനും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം, ബട്ട് അത് പ്രേക്ഷകന് വർക്കൗട്ട് ആവും എങ്കിൽ ഞാനത് ചെയ്യും എന്ന് ഇല്ല. എനിക്ക് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഇപ്പം ആ ഒരു ഡൈനിങ് ടേബിളിലെ അവസാനത്തെ സീനുണ്ടല്ലോ, അതിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയാണ്. അപ്പം നമ്മൾ അതുവരെ ശരിയാ നസ്ലി ഇങ്ങനെ വായിട്ടയക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു നിറവുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നു. അത് കണ്ടിറങ്ങുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു ഹൈ ഉണ്ടല്ലോ. നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു, അതിപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്, അല്ലാണ്ടൊരു സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴേ സിനിമയിൽ ലയിച്ചിരുന്ന് കാണാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ ചെയ്ത സിനിമ ഇല്ല? ഓക്കെ, ഇല്ല. ഞാൻ എൻ്റെ ഒരുവിധപ്പെട്ട പടങ്ങളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ട്. നോട്ട് എവറി സിനിമ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ വേറെ ഷൂട്ടിലായിരിക്കും, അങ്ങനെ പോകാൻ പറ്റാറില്ല. ഇപ്പോൾ തല്ലുമാലയാണെങ്കിലും ഈ ആലപ്പുഴ ജിംഖാനയാണെങ്കിലും തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ, അതായത് സിനിമ നമ്മൾ ചെയ്യുമ്പോഴല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റബിളിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾക്കൊരു തോട്ട് ഉണ്ടാവുമല്ലോ, ഇത് വർക്കാവും. അപ്പോൾ ആ ഏരിയക്ക് എത്താറാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കും, വർക്കായോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ആസ് എ സിനിമാറ്റോഗ്രാഫർ പടം കാണാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വര അത് ബ്രൈറ്റ്നെസ് ഉണ്ടാവോ, ഞാൻ ചെയ്തു വെച്ച പോലെ തന്നെ കളേഴ്സ് ഇതിൽ കാണുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് തിയേറ്റേഴ്സിൽ, ഒട്ടുമിക്ക തിയേറ്റേഴ്സിൽ അത് നമ്മൾ ചെയ്ത ഔട്ട്പുട്ട് ഒരു 95% പോയിട്ട് ഒരു 75% കിട്ടണ്ടേ. അത് 60 to 65% ഉള്ളൂ. ഇപ്പൊ എമ്പുരാനൊക്കെ ഇറങ്ങിയപ്പോൾ സുജിത്തേട്ടനൊക്കെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, അത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വർക്കൊക്കെ വിടൂ, നമ്മൾ സ്മോൾ സ്കെയിൽ സിനിമ ചെയ്യുന്നെങ്കിലും പറയാം, പക്ഷെ ഇവര് ഇമാതിരി വർക്ക് അത് ഇത്രയും ഫൈനായിട്ട് അവർ ഇന്റർനാഷണലി നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്കെയിലൊരു പടം ചെയ്തിട്ട് അത് ഇവിടെ വരുമ്പോൾ
50% ബ്രൈറ്റ്നസ് പോലും ഇല്ല. ഐ വാസ് വെരി ഡിസപ്പോയിന്റഡ്. അതെന്താ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതെ? കാരണം ഒരുപാട് പേര് ഈ കംപ്ലൈന്റ് കുറച്ച് നാളുകളായിട്ട് പറയുന്നതാണല്ലോ, ഇപ്പോൾ സൗണ്ടിന്റെ പ്രശ്നമൊക്കെ അല്ലേ? എനിക്കും അറിയില്ല അതിൻ്റെ ഒരു പ്രതിവിധി എന്താണ്, അല്ലെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യാം എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞ സുജിത് വാസുദേവ് എന്ന് പറയുന്ന പോലത്തെ സീനിയർ സിനിമാറ്റോഗ്രാഫേഴ്സ്, ഇപ്പോൾ പുള്ളി ക്യുമാക്കിലെ ഒരു ഭാരവാഹിയാണ്. എന്താണ് പുള്ളിയുടെ പോസ്റ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിയൊക്കെ തന്നെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുന്നൊന്നുമില്ല. ബട്ട് ഒരു പരിധി വരെ അറ്റ്ലീസ്റ്റ് മെയിൻ സിറ്റീസിലെ മെയിൻ സെന്റേഴ്സിലെങ്കിലും നമുക്കിത് പരിഹരിക്കാവുന്നതാണ്. ജിംഖാന കൊച്ചിയിൽ കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഏതായിരിക്കും പറയാം? ഞാൻ ഈ പടം കണ്ടത് വനിത വിനീതയിലാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എൻവയൺമെന്റും ഇത്തിരി കഷ്ടമാണ്. ബട്ട് ദേ ഹാവ് എ ലേസർ പ്രൊജക്ഷൻ, ഗുഡ് അറ്റ്മോസ് ആൻഡ് ഫാന്റാസ്റ്റിക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് വനിത വിനീതയിൽ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് വരുന്നവരെ എനിക്കിങ്ങനെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്തോരം ഉണ്ടാവും, എന്തോരം കാണാൻ പറ്റും ചെയ്തതിൽ. ബട്ട് ഐ വാസ് പ്രിറ്റി ഓക്കെ വിത്ത് ഇറ്റ്. ചെയ്ത ഏകദേശം വർക്ക് കാണാനുണ്ട്. ബ്രൈറ്റ്നസ് വാസ് ഗുഡ്, പ്രൊജക്ഷൻ വാസ് നൈസ്. അവിടുത്തെ പൊതുവെ എല്ലാ സ്ക്രീനും തിയേറ്ററിലേക്ക് കയറാനും ഇറങ്ങാനുമാണ് പാട്. അതെ, അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് റിലീസ് ഡേ അല്ലേ, അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാറുണ്ട് സാധാരണ. അവിടുത്തെ എല്ലാ സ്ക്രീനും ഇല്ല, എനിക്ക് അത്ര പരിചിതമല്ല. പക്ഷെ ഞാൻ കണ്ട സ്ക്രീൻ അടിപൊളിയായിരുന്നു. അല്ല, ഈ സിനിമയിലെ മറ്റേ അനഘ അടിക്കുമ്പം നസ്ലിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിപ്പം ഇപ്പം ട്രെയിലറിലൊക്കെ അതുണ്ടല്ലോ, ഒരുപാട് പേര് നസ്ലിനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭയങ്കര രസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു, എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്? അതൊക്കെ റഹ്മാൻ തന്നെയാണ് ബ്രീഫ് ചെയ്യുന്നത്. അവിടെയൊക്കെ നമ്മൾ കാഴ്ചക്കാർ മാത്രമാണ്. നമ്മളിവിടെ മാറിയുന്ന എന്തെങ്കിലും ഇവരുടെ ബ്രീഫിങ്ങിനെ കുറിച്ച് കമൻ്റ് അടിക്കുക, കളിയാക്കുക എന്നുള്ളതിലുപരി എനിക്കവിടെ ലിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാണ്. ഞാനപ്പോൾ ഇവരുടെ കളിയാക്കിയിരിക്കുക എന്നുള്ളതാണ്. ബാക്കി ബ്രീഫിങ്ങൊക്കെ അവൻ തന്നെയാണ്. നസ്ലിനൊക്കെ എടുത്തിട്ടെങ്കിലും ഇത് റഹ്മാൻ്റെ ആവശ്യം എന്നുള്ളതിലുപരി നസ്ലിൻ്റെ ആവശ്യമായിട്ട് എടുക്കുമായിരുന്നു. ഞാൻ അവനിൽ കണ്ടൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇപ്പം ഹീസ് 25 or 24, ഞാനും ആ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ അവരുടെ കൂടെ ഇത്ര ഒരു 2-3 മാസം ഒരുമിച്ച് ഇടപഴകി വർക്ക് ചെയ്ത് ചില്ല് ചെയ്തൊക്കെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്ന പക്വതയേക്കാൾ ഫാർ ഫാർ എവേ ആണ് അവൻ്റെ പക്വത, ഹിസ് മെച്ചോറിറ്റി. അതിൽ അവനത് എന്നും കീപ്പപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ആവശ്യമായിട്ട് എപ്പോഴും റഹ്മാൻ്റെ പുറകെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ടേക്ക് ആഫ്റ്റർ ടേക്ക് അത് മാറ്റട്ടേക്കാ, ഇതിങ്ങനെ ചെയ്യട്ടേക്കാ. അപ്പോൾ റഹ്മാനും ബ്രീഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ അറിയാതെ പുള്ളി ഇങ്ങനെ അഭിനയിച്ച് പോകുന്നൊരു കാണിച്ചു കൊടുക്കുന്നൊരു സാധനം ഉണ്ട് പുള്ളിക്ക്. അത് അപ്പോൾ അതിൽ നിന്നും ഇവന്മാർ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആവാം അതെല്ലാം. ഈ ഷൂട്ട് ചെയ്ത് കാണുമ്പം നമ്മൾ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര വാവ് ഫാക്ടർ ഒന്നും ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ക്യാമറയിൽ കൂടെ കാണുമ്പോഴേ അങ്ങനെ നസ്ലിൻ ഞെട്ടിച്ചൊരു മൊമെന്റ് പറഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ നസ്ലിൻ ഞെട്ടിച്ചൊരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നസ്ലിനെ കുറിച്ച് നമുക്കൊരു പിക്ചർ ഉണ്ടല്ലോ, ഹീസ് എ ബോയ് നെക്സ്റ്റ് ഡോർ ആൻഡ് ഒരു ചിൽ ഗായാണ്. പിന്നെ നമ്മുടെ പടത്തിലായാൽ പോലും നസ്ലിൻ്റെ ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് ഒന്നും നമ്മളത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലായാൽ പോലും അങ്ങനെ ഒരു ഏരിയ ഒന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് വാണ്ടഡ് ഇറ്റ് ടു ബി ഗ്രൗണ്ടഡ്. സിനിമ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ഞാനും പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ കാണുമ്പോഴും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ ഒരു സ്കെയിലിലോ അങ്ങനെ ഒരു ഫൈൻ ട്യൂൺ ചെയ്തൊരു ടൈപ്പ് ഒരു ഫസ്റ്റ് ഹാഫിലൊരു വിഷ്വലിലേക്കോ ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മൂഡാണെന്നുണ്ടെങ്കിലും വളരെ കണ്ടംപററി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലത്തെ ഒരു മൂഡാണ് നമ്മളവിടെ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണ് അതിൻ്റെ കളറ് മാറുന്നത്. നമുക്ക് വളരെ ചിൽ ഗായായിട്ടാണല്ലോ അവനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലും അങ്ങനെ ഒരു മൊമെൻ്റ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. വി വാണ്ടഡ് ഇറ്റ് ടു ബി വെരി ഗ്രൗണ്ടഡ്. അങ്ങനെ നമ്മൾ ഈ പടത്തിൽ ഈ ദീപക്കേട്ടൻ്റെ ഫൈറ്റിന് മുന്നേ ദീപക്കേട്ടനോട് വാക്ക് ഓഫ് പറയണം എന്ന് പറഞ്ഞിട്ട് കൊച്ചിയുടെ 2 പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ ആ പിള്ളേരോട് നസ്ലിൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നസ്ലിൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അത് ഞാൻ സാധാരണ അവിടെ ക്യാമറ
എപ്പോഴും ഞാൻ ഓപ്പറേറ്റ് ചെയ്യാറില്ല. എൻ്റെ കൂടെ ഉള്ള എൻ്റെ അസോസിയേറ്റ്സ് ആണ് മിക്കപ്പോഴും സീൻസൊക്കെ ഷൂട്ട് ചെയ്യാറ്. ഞാൻ എപ്പോഴും ഡയറക്ടറുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബട്ട് ചില ഷോട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എടുക്കണമെന്ന് തോന്നുന്നു. അപ്പം ഞാനത് ഹാൻഡ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ അൺഫോർച്ചുനേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ പുള്ളി വളരെ ചിരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളിയുടെ ഒരു ചെറിയൊരു ചേഞ്ച് ഓവർ പുള്ളി കൊടുക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ഇറങ്ങും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് മാറി പുള്ളി ഒരു പെട്ടെന്നൊരു സ്വിച്ച് അവിടെ നടക്കും. ആ മൊമെന്റിൽ ഐ റിയലൈസ്ഡ് ഓക്കെ പുൾ ഇറ്റ് ഓഫ്. അവന് ഇപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നുള്ളൊരു രീതിയിൽ പോലും പുള്ളിക്ക് അത് ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹി ഹാസ് എ സ്വാഗ്. അത് പുള്ളി എവിടെയും കാണിക്കാത്തതാണ്. പുള്ളിക്ക് ആ സാധനം ഉണ്ട്. അത് അവസരം വന്നു കഴിയുമ്പോൾ പുള്ളി അത് ആളെടുക്കും. പുള്ളി ഹി ഹാസ് ദാറ്റ് സ്വാഗ്. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സീനായിരുന്നു. അതായത് ആ കിസ് എന്താണെന്ന് ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്നത് ആ സീൻ കൊണ്ട് തന്നെ അത് ഭംഗിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഷോട്ട് ഉണ്ടല്ലോ, അതായത് അതിലൊട്ടും ഫോക്കസ് ഇല്ല. പക്ഷെ ജസ്റ്റ് ആ സീൻ എങ്ങനെയാണോ വിവരിക്കുന്നത് അതുപോലെ സിമ്പിളായിട്ട് ഷോട്ടായിരുന്നു അത്. അതെങ്ങനെയാണ് റഹ്മാൻ പറഞ്ഞത്? അതെങ്ങനെ വേണമെന്നാ പറഞ്ഞത്? അതായത് അവർ കോളേജിലിരുന്ന് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ കോളേജിലിരുന്നിട്ട് സംസാരിക്കുന്നത്? ഓക്കെ, പുള്ളി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെയുള്ള കിസ്സാ ഇഷ്ടം എന്ന് ചോദിക്കുന്ന അത് റഹ്മാൻ ഇതൊക്കെ ബ്രീഫ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പുള്ളിയുടെ ലൈഫിൽ നിന്നുള്ളതുകൊണ്ട് റഹ്മാൻ കിസ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാം. അത് പറയാൻ പറ്റില്ല. അത് സീൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ്റെ പേഴ്സണൽ ലൈഫ് ആവാനാണ് ചാൻസ്. അല്ല, അതിൽ ക്യാമറ ആംഗിൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ ഷോട്ട് എങ്ങനെ വേണം എന്നാ പറഞ്ഞത്? ഇല്ല, അങ്ങനെയുള്ള സീൻസിൽ, എസ്പെഷ്യലി ടോക്കി സീൻസിൽ റഹ്മാൻ ഇതിൻ്റെ കോമ്പോസിഷൻസിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ വറീഡ് അല്ല എന്നല്ല, അങ്ങനെ പുള്ളി ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നുമില്ല. ഒരു ഇനീഷ്യൽ ഡിസ്കഷൻസിൽ സ്ക്രിപ്റ്റ് പേജ് അനുസരിച്ചിട്ട് നമ്മളൊരു ആംഗിൾ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഡിസൈഡ് ചെയ്താലും പുള്ളിക്ക് ഓക്കെയാണ് കഥ പറയാൻ. പുള്ളിയുടെ കഥ പറയാനുള്ള ഡൈമെൻഷൻ ഷോട്ടുകളിൽ ഉണ്ടെങ്കിൽ പുള്ളി ഹാപ്പിയാണ്. ഈ ജിംഖാന ഷൂട്ട് ചെയ്യുമ്പോഴേ ഏറ്റവും ചാലഞ്ച് ആ റിങ്ങിലെ ഷൂട്ട് തന്നെയായിരുന്നിരിക്കുമോ? അതന്നെയായിരുന്നു അല്ലേ? അതും ആ ഫൈറ്റുകൾ എടുക്കാൻ തന്നെയായിരുന്നു പാട്. പിന്നെ ബാക്കി അങ്ങനെ ഞങ്ങൾ ചില്ല് ചെയ്താ ഷൂട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര കൂൾ സെറ്റായിരുന്നു. അതെ. സിനിമ ഷൂട്ട് ചെയ്തപ്പോഴും അത് അവസാനത്തേക്കല്ലേ എടുത്തത്? അല്ല, ആദ്യം അതാണ്. ഓക്കെ, ആദ്യം ഫൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, എന്നിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തത്. ഓക്കെ. അത് ഈ ലൊക്കേഷൻ്റെയൊക്കെ അവൈലബിലിറ്റി വെച്ച് നോക്കിയതാണോ, അല്ലെങ്കിൽ അത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ? അത് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസമായിട്ട് പിള്ളേർ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മാത്രമല്ല, ഫൈറ്റേഴ്സും ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഫൈറ്റേഴ്സിനെയൊക്കെ നമ്മൾ അറേഞ്ചായി സെറ്റായി ആസ് എ ടീം അവർ ഹൈ ആയിട്ട് നിൽക്കുവാണ്. ആ സമയത്ത് അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ കഥ ഷൂട്ട് ചെയ്യുന്നത് അവർക്കൊരു ബ്രേക്ക് വരും അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ഫൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ അതിലേറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരാൻ പോകുന്നത് ഫൈറ്റാണ്. അപ്പോൾ അത് തന്നെ ആദ്യം ചെയ്യാം. ഈ അനഘയുടെ പഞ്ചാര പഞ്ചിലുണ്ടല്ലോ, അത് കാണുമ്പോൾ നോക്കുന്ന അവൾ ആ സ്പേസ് അങ്ങ് ഓൺ ചെയ്യാണ്. അത് എൻ്റെ ഒരു ടെറിട്ടറിയാണ്, അവിടെ എനിക്ക് എന്തും ആവാന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. അതാണ് നമുക്ക് ആ പാട്ടിൻ്റെ മൊണ്ടാഷസ് കാണുമ്പോൾ. അതെന്തായിരുന്നു എക്സ്പീരിയൻസ്? അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റഹ്മാൻ ബ്രീഫ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളുടെ ഇടി കണ്ട നമ്മൾ വീണു പോകണം. എന്നുവെച്ചാൽ അവള് ഒരു പെൺകുട്ടിയുടെ ഇപ്പം തട്ടം അവള് തട്ടം ഇട്ടാൽ എൻ്റെ പെട്ടി സാറേ എന്ന് പറഞ്ഞാൽ അത് തട്ടത്തിന് പകരം റഹ്മാന്റെ വേർഷൻ എന്ന് പറയുന്നത് അവളുടെ ഇടി. അവളുടെ ഇടി കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രേമം തോന്നണം കോച്ച് എന്നാണ് ജോഫിലിൻ്റെ അടുത്ത് പറയണത്. അതിൽ കൂടുതൽ റഹ്മാൻ അവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നുമില്ല. അവളുടെ ഫൈറ്റ്, അവൾ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അവളുടെ ഒരു കോമ്പിനേഷൻ, 1-2 കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞാൽ വാവ് തുറന്ന് അവളോട് പോയി ഐ ലവ് യു എന്ന് പറയാൻ തോന്നണം, എന്ന് പറയുന്ന പോലെ ഇരിക്കണം. ആൻഡ് ജോഫിൽ അണ്ടർസ്റ്റുഡ് ദാറ്റ്. ജോഫിൽ റിയലി അണ്ടർസ്റ്റുഡ് ദാറ്റ്. പിന്നെ അനഘ ഒരു ഡാൻസർ ആയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി അവൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവള്
ഇവന്മാരെക്കാൾ കൂടുതൽ എക്സ്ട്രാ പണിയൊന്നും എടുത്തിട്ടില്ല. ഇവരുടെ കൂടെ തന്നെയുള്ള ട്രെയിനിങ് ഉള്ളൂ. ബട്ട് ഷീസ് ലൈക്ക് ഫ്ലോയിങ്. അതെ. അപ്പോൾ അത് അവളുടെ റിതം അവളുടെ അകത്തുള്ളത് കൊണ്ടാണ്. ഷീസ് എ ഡാൻസർ. യൂട്യൂബിൽ ഭയങ്കര ഇപ്പൊ ക്രഷാണ്. എസ്പെഷ്യലി ഫ്രം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എസ്പെഷ്യലി ഫ്രം തമിഴ്നാട് ബോയ്സ് ആർ ഗോയിങ് ക്രേസി ഓവർ അങ്ങനെയൊക്കെ. ഓക്കെ. ഇപ്പം തല്ലുമാലയിൽ നിങ്ങൾ ക്യാമറ കൊണ്ട് ചെയ്യാത്തത് ഒന്നുമില്ല. നമ്മൾ തന്നെ ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഉണ്ടായിരുന്നില്ല പലയിടത്തും. അതിൽ നിന്ന് തല്ലുമാല ചെയ്താൽ ഓക്കെ ഇനിയിപ്പോൾ ക്യാമറ കൊണ്ട് എന്ത് സർക്കസും കാണിക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡായിട്ടുണ്ടായിരുന്നോ? ധൈര്യം ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡല്ല. ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ടു യുനോ ഒരു റിങ്ങിനകത്ത് ഒരു ആക്ഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോൾ തല്ലുമാലയ്ക്ക് മുമ്പാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്ര തന്നെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എനിക്ക് ഇഷ്ടമാണ് ബോക്സിങ്. എനിക്ക് ഞാൻ വളരെ, അതായത് സിനിമ തലയിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു സാധനമാണ് ബോക്സിങ് അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ്. അപ്പോൾ അതിനോടുള്ളൊരു സ്നേഹം കൊണ്ട് തന്നെ അത് വൃത്തിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെ അതെ. ഇപ്പോഴും ട്രെയിനിങ് നടക്കുന്നുണ്ടോ ബോക്സിങ്? ഓർ എൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഇനിയിപ്പോൾ അത് അങ്ങോട്ട് പറ്റുന്നിടത്തോളം വരെ കൊണ്ടുപോകാം. അത് ആസ് എ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് സിനിമ ആകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സിനിമയാക്കാന്നുള്ളത് ഒരു സിനിമ ചർച്ചയിലേക്ക് കിടന്നപ്പോൾ അന്വേഷിച്ച കഥകളിൽ കൂടി ഇത് വന്നതാണോ, അല്ലെങ്കിൽ റഹ്മാൻ സ്ട്രൈക്ക് ചെയ്തതാണ്? റഹ്മാൻ്റെ +2 സുഹൃത്തുക്കൾ ആരൊക്കെയോ എപ്പോഴൊക്കെയോ കാണാനിടയായി. അങ്ങനെ ഇവർ കണ്ട് ഹായ് പറയുന്നതിൻ്റെ ഇടയിൽ ഇതാരോ എടുത്തിട്ടാടാ നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പണ്ട് ഇങ്ങനെ എന്തോ സംസാരിച്ച് അവരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചത് വിട്ടു എന്നാണ് തോന്നുന്നത്. പിന്നെ അതിനുശേഷം റഹ്മാൻ ഇങ്ങനെ അത് ആലോചിച്ച് റഹ്മാൻ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവാം. പോയിന്റ് ആണല്ലോ. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഇത് നമുക്കിത് ഇങ്ങനൊരു പടം ഈ കഥ ചെയ്താലോ എന്നല്ല അവൻ പറയുന്നത്. അടുത്ത പരിപാടി ഓണാക്കി. ഞാൻ പറഞ്ഞു എന്താ, നമ്മൾ മറ്റേ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയ കഥയാണ്. അത് പുള്ളി ഓൾറെഡി തീരുമാനിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഐ വാസ് ഓൾസോ ലൈക്ക് ഓക്കെ ഗുഡ്. ഇപ്പം ബേബിജീനെയും കാർത്തികിനെയൊക്കെ കൊണ്ടുവരാം എന്നുള്ള തീരുമാനം അത് എങ്ങനെയായിരുന്നു? അതും റഹ്മാൻ്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു. ഞാനും ഈ പിള്ളേരെയൊക്കെ കാണുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെല്ലുമ്പോഴാണ്. അവർ കാസ്റ്റ് ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. അതായത് എസ്പെഷ്യലി ഈ സിനിമ ഫുൾ ആൻഡ് ഫുൾ റഹ്മാൻ്റെ പരിപാടിയാണ്. ഷൂട്ടിൻ്റെ സമയത്ത് ഐ ക്യാൻ ഹെൽപ്പ് ഹിം. അത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനും ടെൻഷൻ ഫ്രീ ആയിരുന്നു. ഇത് എൻ്റെ ലൈറ്റപ്പും എൻ്റെ ക്യാമറയും അത് മാത്രം എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഐ മീൻ ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ദാറ്റ് ലൈക്ക് ഓക്കെ ദർ ഈസ് എ ഗായ് ഹൂ നോസ് ഹിസ് ജോബ്. അപ്പോൾ ഞാൻ ആ ഏരിയയിൽ ടെൻഷൻ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റി. ഇതിൽ എത്ര അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ജിംഷിക്ക്? എനിക്കിതിൽ 6 പേരോളം ഉണ്ടായിരുന്നു. ഓക്കെ. അതെന്താ അത് ചോദിക്കാൻ കാര്യം? വെറുതെ ചോദിച്ചതാ. അല്ല ഒന്നുമില്ല, വെറുതെ പറയൂ. അല്ല ഞാൻ ഇത് പറഞ്ഞല്ലോ പലപ്പോഴും ഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവർ ചെയ്യും. അല്ല ഞാൻ ഇപ്പം മലയാള സിനിമയിൽ പൊതുവെ ഒരുപാട് ഒരു ടീമിനെ വെച്ച് ചെയ്യാനുള്ള ഒരു വലിപ്പമൊക്കെ നമുക്കുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട്. ഇപ്പം മറ്റ് ലാംഗ്വേജസിൽ അങ്ങനെ എത്ര പേരെ വേണമെങ്കിലും അവർക്ക് പിക്ക് ചെയ്യാം. നമുക്കത് പറ്റില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് അസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് വേണം. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ പ്രോജക്റ്റ്. അതങ്ങനെ തന്നെയാണ്. എൻ്റെ കൂടെ ഒരു 5-6 പേരേ ഉണ്ടാവാറുള്ളൂ. ബട്ട് യൂഷ്വലി അങ്ങനെയാണോ? യൂഷ്വലി അങ്ങനെ തല്ലുമാല ചെയ്തപ്പോഴും 5 പേരോ 6 പേരോ ഉണ്ടാവാറുള്ളൂ. ബട്ട് അവരൊക്കെ എഫിഷ്യൻ്റ് ആണ് ടു ഓപ്പറേറ്റ് ദ ക്യാമറ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്ത് തരാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിള്ളേരെയാണ് ഞാൻ നിർത്തുക. അപ്പോൾ ദേ ആർ ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരുള്ളത് കൊണ്ട് തന്നെ ഡയറക്ടറിൻ്റെ അടുത്ത് എനിക്ക് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മറ്റേ ക്യാമറമാൻ ക്രെയിൻ്റെ പുറത്തായിരിക്കും. ആള് ഇറക്കടാ, ആളെ താഴെ ഇറക്കി കൊണ്ടുവരണം. ബേസിക്കലി എനിക്ക് തോന്നിയത് അതിൻ്റെ ആവശ്യമില്ല.
ഈ ക്യാമറ എപ്പോഴും എന്തിനാ അതിന്റെ മുകളിൽ ഇരുന്ന് പ്രൂവ് ചെയ്യണേ? അത് അതെ അത് ചെയ്യാൻ ചെയ്യിപ്പിക്കുകയെന്നുള്ള. ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇപ്പം ലൈറ്റപ്പ് ചെയ്യുമ്പോഴും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും DOPs നമുക്ക് ക്യാമറ തരാനൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാൻ വെച്ചിരിക്കുകയല്ലോ. ദേ ആർ റണ്ണിങ് എ സിനിമ, ആക്ടേഴ്സ് ആർ പെർഫോമിങ്. തൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വേറൊരു ഷോട്ട് എടുക്കാനുള്ള അതെനിക്ക് അഫോർഡ് ചെയ്യാൻ ഇവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ടോളറേറ്റ് ചെയ്യുന്ന മാതിരി ബാക്കി ടെക്നീഷ്യൻസോ ആക്ടേഴ്സോ അത് ടോളറേറ്റ് ചെയ്യണമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ തരാനൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. ബട്ട് എൻ്റെ മെൻറ്റേഴ്സ് എനിക്കത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇത് കാണുന്ന ക്യാമറ അങ്ങനെ മൂവ് ചെയ്തു ഇങ്ങനെ മൂവ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ അവരിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ എനിക്കറിയാലോ ഇവന്മാർക്കും അത് ഓപ്പറേറ്റ് ചെയ്യാനും അത് പ്രൂവ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ എനിക്ക് മോണിറ്ററിൽ അത് വൃത്തിയായിട്ട് വലിയ സ്ക്രീനിൽ അത് കാണാമല്ലോ. പണ്ടത്തെ പോലെ വ്യൂ ഫൈൻഡറിൽ നോക്കിയിരിക്കാം. തിങ്സ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് വർക്ക് ഫ്ലോ ഹാവ് ചേഞ്ച്ഡ്. സോ ഈ ക്യാമറ ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽപ്പെട്ട ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ജിംഷിയോട് ചോദിക്കണം, ജിംഷിയുടെ അസിസ്റ്റൻസ് ആവാൻ വേണ്ട ഗുണങ്ങൾ എന്താണെന്ന് ചോദിക്കണം എന്ന്. അതിനെന്തായിരിക്കും മറുപടി? സിനിമയോടുള്ള ഇഷ്ടം, ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം, ആ പാഷൻ ഉണ്ടായിരിക്കുക. പിന്നെ ഹാവ് എ ഹാർട്ട് ടു ലേൺ. അത്രേ ഉള്ളൂ. ഹാവ് എ ഹാർട്ട് ടു ലേൺ. അത് നമ്മൾ മിടുക്കനാവണമെന്നില്ല. ഞാനും അക്കാഡമിക്സിൽ ഭയങ്കര മോശമായിരുന്നു. എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. ബട്ട് ഡിഗ്രി വരെയൊക്കെ ഇങ്ങനെയൊക്കെ എത്തിച്ചു. അതാണല്ലോ ഈ സിനിമ. പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇമാതിരി പരിപാടി ചെയ്യേണ്ടി വന്നു. അപ്പോൾ പഠിച്ചിരുന്നെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അല്ലേ? വേറെ എല്ലാം ചെയ്തേനെ. അങ്ങനെയല്ല. അപ്പോൾ ഒരു അങ്ങനെ ബ്രില്യൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കഴിവുണ്ടായിരിക്കണം എന്നുള്ളതല്ല. ഹാവ് എ ഹാർട്ട് ടു ലേൺ. ഹാവ് എ ബിഗ് ഹാർട്ട്, ഗുഡ് ഹാർട്ട് ആൻഡ് പേഷ്യൻസ്. ദാറ്റ്സ് ഇറ്റ്. ഈ ഖാലിർ റഹ്മാൻ്റെ 5ാമത്തെ പടമാണല്ലോ. 5ലും ജിംഷിയാണ്. 5ലും വർക്ക് ചെയ്തിട്ടുണ്ട്. 4ലും ഞാനാണ്. അതിൽ ഉണ്ടയുടെ DOP എന്ന് പറയുന്നത് സജിത് പുരുഷനാണ്. അത് എനിക്ക് ആ സമയം വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ആ സമയത്ത് എത്ര വലിയ DOP ആണ് എന്നുള്ള അല്ലെങ്കിൽ എത്ര നല്ല ക്യാമറമാൻ ആണെന്നുള്ളതിലുപരി റഹ്മാനുമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ അവർ തമ്മിലുള്ള സിങ്ക് എന്താണെന്നാണ് നോക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ മാജിക്ക് നടക്കാം. അവിടെ ഒരു വലിയ DP ഇല്ലെങ്കിലും ഇവരുടെ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ അവരുടെ കോമ്പിനേഷൻ അനുസരിച്ചൊരു മാജിക്ക് മേ ബി നടന്നേക്കാം. അങ്ങനെ നോക്കി നമ്മൾ ചിന്തിച്ചപ്പോൾ സജിത്താണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. അങ്ങനെ സൈത്ത് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അവർക്ക് ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഞാനൊരു 2 വീക്സോളം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓ, അപ്പോൾ ഈ മമ്മൂക്കയുടെ മറ്റേ പേഴ്സ് എടുക്കുമ്പോൾ ആ ചിരിയെ കുറിച്ചൊക്കെ അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ വൈഫിനെ കണ്ട കഥയൊക്കെ പറയുന്നത് ഞാനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് എനിക്ക് ചോദിക്കാണ്ടായിരുന്നു. ആ പെർഫോമൻസ് കാണുമ്പോഴേ നമുക്കതൊരു എന്താ പറയാ, ഇപ്പൊ അതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഓടിക്കളിക്കുന്നുണ്ട്. അതിൽ തന്നെ പലരും പറയുന്നത് ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മറന്നുപോയി തോന്നുന്നു എന്നാണ്. നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ തോന്നി? അവിടെ ക്യാമറ വെച്ചിട്ടില്ല. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കലി അവിടെ ക്യാമറ ഉണ്ടെന്ന് അവിടെ ആർക്കും തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അവർക്ക് കാണാവുന്ന തരത്തിൽ അല്ല ക്യാമറ വെച്ചിട്ടുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ആ വീടിൻ്റെ പുറകു വശത്താണ് നടക്കുന്നത്. പുറത്തൊരു കല്ലിലാണ് ഇരുന്ന് പുള്ളി സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർ ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ റഹ്മാൻ പറഞ്ഞത് എനിക്കിതൊരു ഒറ്റ ഷോട്ടിൽ വേണം. ഈ ഷോട്ട് തുടങ്ങുമ്പോൾ ഈ പിള്ളേരൊക്കെ കുറച്ച് പേര് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്ര ആളുകളെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വേണം. പക്ഷേ ഈ ഷോട്ട് തീരുമ്പോൾ നമുക്ക് മമ്മൂക്കാടെ തൊട്ടടുത്ത് ക്യാമറ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവൻ്റെ ഡിമാൻഡ്. ആൻഡ് ആ ഡയലോഗ് ഒരു ലെങ്തി ഡയലോഗാണ്. ഷോട്ടും ഒരു ട്രാക്കിൻ ചാർജ് ഷോട്ടാണ്. അപ്പോൾ ഈ ചാർജിൻ്റെ സ്പീഡും ഈ ഡയലോഗിൻ്റെ ലെങ്ത്തും തമ്മിൽ എനിക്ക് മാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ മമ്മൂക്കാനെ കൊണ്ട് നമുക്ക് ഷോട്ടിൽ അതെങ്ങനെ പറയുമോ ആ സ്പീഡിൽ, അല്ലെങ്കിൽ ഒരു ട്രയൽ ഷോട്ട് നമുക്ക് ഡയലോഗ് എങ്ങനെ പറയും ആ സ്പീഡ് അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഡയലോഗ് തുടങ്ങി തീരുന്നിടത്ത് ഞാൻ ടൈമർ വെച്ച് നോക്കുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 13 സെക്കൻഡ്. സോ മൈ പോയിന്റ് A to point B, the movement has to be in 13 second. അതായിരുന്നു അതിൻ്റെ രീതി.
പുറത്തിരുന്ന് വർത്താനം പറയുന്ന ഇവരുടെ ഷോട്ട് ഞാൻ വീടിനകത്ത് ഒരു ക്യാമറയിൽ ട്രാക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ആ വീടിനകത്ത് ഇരുട്ടുമാണ്. ആ അകത്ത് ഞാൻ ലൈറ്റപ്പും ചെയ്തിട്ടില്ല, അതൊരു സെമി സിൽവേറ്റിലാണ് ഇരിക്കുന്നത്. പുറത്തിരിക്കുന്ന ഇവർക്കാണ് വെളിച്ചം. അപ്പോൾ ഇവർക്ക് തമ്മിൽ എങ്ങനെ നോക്കിയാലും, മമ്മൂക്കാക്ക് എങ്ങനെ നോക്കിയാലും അവിടെ ക്യാമറ വിസിബിൾ അല്ല. അവരവിടെ ബിഹേവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കും ഭയങ്കര പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ഒരു സീനാണത്. അന്ന് ഷൂട്ട് ചെയ്യുമ്പോഴും ഫീൽ ചെയ്തിരുന്നു അത്? പിന്നെ ഉറപ്പായിട്ടും ഫീൽ ചെയ്തിരുന്നു. ആ സിനിമയിൽ ഞാൻ ചെന്ന് ഷൂട്ട് ചെയ്ത സീനൊക്കെ എനിക്ക് ഭയങ്കര, ആ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ദിസ് ഇസ് ഗോണ ബി റിയലി ഗുഡ്, പടം പൊളിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ടോട്ടാലിറ്റിയിലേക്കൊന്നും എത്തിയിട്ടില്ല, ഇനീഷ്യൽ ഡേയ്സ് ആണ്. ബട്ട് ഒരു വിശ്വാസം നമുക്ക് വരുമല്ലോ, എസ്പെഷ്യലി മമ്മൂട്ടിനെ പോലത്തെ ഒരു ആക്ടറൊക്കെ ഇത്രയും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വളരെ അൺകൺവെൻഷനൽ ആയിട്ട് വന്ന് അഭിനയിക്കുക. ആൻഡ് ഹി വാസ് ഓണിങ് ദാറ്റ് ക്യാരക്ടർ. നമ്മൾ പറയുന്നതിൻ്റെ മുകളിൽ ആണ് പുള്ളി അത് ഡെലിവർ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ചോദിച്ചു വന്നത്, ഇപ്പം ഖാലിദ് റഹ്മാൻ്റെ സിനിമകളെല്ലാം മറ്റൊരു DOP വെച്ച് ചെയ്യില്ല എന്നാണോ? ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ അനുരാഗരിക്കൻ വെള്ളത്തിലേക്ക് വന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ്. പുള്ളി അവൻ ആദ്യം തീരുമാനിച്ചിരുന്ന അൺഫോർച്ചുനേറ്റ് ഇൻ ദ സെൻസ്, നമ്മളാരും ഇൻഡിപെൻഡൻ്റ് അല്ലല്ലോ, ഞങ്ങളെല്ലാവരും അസിസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം റഹ്മാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ റഹ്മാൻ ചെയ്തിട്ടുള്ളത് റോബി രാജിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ DP ഡയറക്ടറല്ലേ, കണ്ണൂർ സ്കോഡിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ജെല്ലായിരുന്നു. അവരിപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ അവൻ്റെ അടുത്താണ് അത് ആദ്യം പിച്ച് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റോബിക്ക് അന്ന് വേറൊരു കമ്മിറ്റ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടാവുകയും അവനത് ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്തത്. പിന്നീടാണത് എന്നിലേക്ക് എത്തുന്നത്. പിന്നെ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പടങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്കായാലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഈസിയാണ്, കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്. എനിക്കായാലും പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല. ചിലതൊന്നും കേൾക്കൂല, പക്ഷെ എനിക്ക് ഞാൻ വളരെ പോയിൻ്റാണ് പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് അതേപോലെ അത് അവൻ്റെ അടുത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഹീൽ ഓൾസോ ബി കൺവിൻസ്ഡ് ആൻഡ് കോപ്പറേറ്റീവ് ആണ് പുള്ളി. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഈസിനെസ്. അതുകൊണ്ടാവാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. രസമാണ്, ഫണ്ണാണ്. കോമഡിയും തല്ലുപിടുത്തവും കളിയാക്കലും അങ്ങനെ ഒരു ഹോസ്റ്റൽ മൂഡാണ്. അതെ, ഒരു ഹോസ്റ്റൽ മൂഡാണ് പുള്ളിയുടെ സെറ്റ്. പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു കംഫർട്ട് സോണാണ് ജിംഷി എന്ന് പറയുന്നത്. പുള്ളി എന്ത് പറയുന്നോ, ഇവൻ എന്ത് പറയുന്നില്ലയോ അതുപോലും മനസ്സിലാക്കാൻ ജിംഷിക്ക് പറ്റും. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വലിയൊരു മത്സരം ഉണ്ട് അത്ര, അതായത് അവനൊക്കെ വന്നിട്ട് ഞാൻ ചെയ്യണം, എന്നെയൊക്കെ വന്നിട്ട് അവൻ ചെയ്യുക എന്നുള്ളൊരു, അതും തമാശയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ ഈ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ലെന്നേ, ഈ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സാധനം. പക്ഷേ ഈ ഒരു പുള്ളി അതൊരു ഫണ്ണായിട്ട് പറയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുള്ളിയുടെ കൂടെ ഏതെങ്കിലും ഒരു പടം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ബോംബെ പോയിട്ട് ഒരു ആഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ബോംബെ ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് എന്ന് പറയും. ഇതിപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള നിതിൻ എന്ന് പറഞ്ഞിട്ടൊരു അസ്പയറിങ് DP ആണ് പുള്ളി. ഹീസ് എ ഫ്രണ്ട്, ഹീസ് ഫാമിലി. അപ്പോൾ പുള്ളി ബോംബെയിലാണ് കുറച്ച് നാളായിട്ട് വർക്ക് ബേസ് ചെയ്തിട്ടുള്ളത്. അവനെയും റഹ്മാൻ കളിയാക്കുന്നത് എങ്ങനെയാണ്, ബോംബെ ടെക്നീഷ്യൻ. അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മൈക്കിലൊക്കെ വിളിച്ച് പറയും ബോംബെ ടെക്നീഷ്യനൊക്കെ പറഞ്ഞു വിടുമോ എന്നൊക്കെ പറയും. സോ ദാറ്റ്സ് ഫൺ. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ണും കളിയാക്കലിൻ്റെയും ഒരു സാധനമാണ്. അതിപ്പോൾ നാട്ടിൽ വരുമ്പോഴായാലും പറയും ബോംബെ ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. പടം ഷൂട്ട് ചെയ്യുമ്പോഴും പറയും തൻ്റെ ബോംബെ അല്ല, ഞങ്ങളുടെ കേരളമാണ്, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തമാശകൾ, കാര്യങ്ങൾ, ഇറ്റ്സ് ഓൾ ഫൺ. പക്ഷേ ഈ ഒരു വീട്ടിൽ നിന്ന് വരുന്നവർ തമ്മിലേ, അതായത് എൻ്റെ വീട്ടിൽ ഞാനും ബ്രദറാണ് കട്ടോടക്കം ഒരു കാര്യം ഒരുമിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ്. അത് നിങ്ങളെങ്ങനെ ഇത്ര ഫണ്ണാവെന്ന് വിചാരിക്കുന്നത്? അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ സിനിമ ചെയ്യുന്നത് സത്യമായിട്ടും, ഞാൻ ഖാലിദ് റഹ്മാൻ്റെ സിനിമ ചെയ്യുന്നത് അവനെൻ്റെ അനിയനായതുകൊണ്ടല്ല. ആസ് എ ഡയറക്ടർ പുള്ളിയുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അവൻ നല്ലൊരു ഫിലിം മേക്കറാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പുള്ളിയുടെ പടം ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ സിനിമകളിൽ ഒരു വിഷ്വൽ ലാംഗ്വേജ്, ഒരു മൂഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. അതായത് ഒരു DPക്ക് ഗുണം ചെയ്യും ഡയറക്ടർ ലൈക്ക് റഹ്മാൻ. അവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റിലും കാര്യങ്ങളിലും എനിക്കത് വിശ്വാസമുള്ളത് കൊണ്ടാണ്
ഞാൻ അവൻ്റെ കൂടെ പടം ചെയ്യുന്നത്. അല്ലാതെ അനിയനായതുകൊണ്ട് അല്ല, ഒരു ശതമാനം പോലും അല്ല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണെന്നുള്ള ആണ് 100% എൻ്റെ വിശ്വാസം. ചേട്ടനായതുകൊണ്ടല്ല പുള്ളി എന്നെ പടം ചെയ്യാൻ വിളിക്കുന്നത്. ഹീ നോസ് ഐ കൻ ഡു ഇറ്റ്, ഐ കൻ ഡെലിവർ ഇറ്റ്. ഓർ ലൈക്ക് അവന് ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റ് ഞങ്ങൾ തമ്മിലുണ്ട്. വെൻ വി വർക്ക് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കറിയാമല്ലോ നീ ഇത് ചെയ്യുന്നു, പിന്നെ അവിടെ ഉടക്കേണ്ട കേസില്ല. ഇപ്പോൾ വീട്ടിലൊരു വേറൊരു സിനിമാറ്റോഗ്രാഫർ കൂടി ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച എങ്ങനെയാ? അതായത് ജിംഷി ചെയ്ത സിനിമകളെ കുറിച്ച് അഭിപ്രായം പറയാറുണ്ടോ, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഇല്ല, അഭിപ്രായങ്ങൾ അങ്ങനെ ഇരുന്നൊരു ചർച്ചയാവാറില്ല. ചെയ്ത പടങ്ങളെ കുറിച്ച് ഇരുന്നൊരു വലിയ അങ്ങനെ ചർച്ചയാവാറില്ല. എങ്കിൽ പോലും ചില ടെക്നിക്കാലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ്റെ പടമാണെങ്കിൽ പോലും ഇപ്പോൾ റിലീസായി ഞാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ അവസാനം ഇറങ്ങിയ പ്രാവിൻ കൂട് ഷാപ്പ്, ആ പടത്തിലും സൗബിനെ ഒരു സ്കൂൾ ബസ് ചേസ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട് രാത്രി, ഒരു സിംഗിൾ ഷോട്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു ഷോട്ടാണ്. അപ്പോൾ പടം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചാണ്. അത് എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ലൈറ്റ് എവിടെ നിന്ന് വെച്ചു എന്ന് പറയുന്നത്, എങ്ങനെ മൂവ് ചെയ്തു, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിസ്കഷൻസ് നടക്കും. അതല്ലാതെ ചെയ്ത സിനിമയെക്കുറിച്ച് ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യാറൊന്നുമില്ല. സിനിമ ചർച്ചകളായിരിക്കും ഉറപ്പായിട്ടും സിനിമ ചർച്ചകളും നടക്കാറുണ്ട്. അത് കാണുന്ന കണ്ടന്റ്. ഇപ്പം ഞങ്ങള് ഒരുമിച്ച് ഇപ്പം സമീർക്കാട് വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഈവനിങ് ഒക്കെ വല്ലപ്പോഴും ഇരിക്കുന്നത് തന്നെ. അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ടി വിയിലാണെന്നുണ്ടെങ്കിലും പുതിയ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും, പിന്നെ ഷാജുക്ക് ഒരുപാട് പടങ്ങൾ കാണും. അപ്പോൾ ഓരോന്ന് പുള്ളി ഇങ്ങനെ പറയും, അത് കാണടാ, ഇത് കാണടാ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കും. ഈ നിങ്ങൾ 3 പേരും ഇങ്ങനെ സിനിമയെ ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കായിരിക്കും അല്ലേ നിങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോൾ? നമ്മള് അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവര് തിന്നണത് വരെ സിനിമയാണോ? എന്താ ചെയ്യുക? ആൾക്കാർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. കാരണം നിങ്ങൾ ചെറിയ ആൾക്കാരും അല്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഷൈജു ഖാലിദിനെ, എനിക്ക് ശരിക്കും നിലാവിനേക്കാൾ ഭംഗി ഷൈജു ഖാലിദിൻ്റെ ക്യാമറയിൽ നിലാവാൻ തോന്നാറുണ്ട്. കാരണം ഭയങ്കര രസമുള്ള ഷോട്ടുകളാണല്ലോ. അപ്പം നമുക്ക് ചുമ്മാ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾ തമ്മിലുള്ള ചർച്ച അതെങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ആൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തായിരിക്കും, അല്ല തിരിച്ച് അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലിൻ്റെ പുറത്ത് അതും പറയാറുണ്ട്. ഇപ്പം എനിക്കും പേഴ്സണലി ഷൈജു ഖാൻ്റെ നൈറ്റ് സീൻസാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കുന്നതും പുള്ളിയുടെ കൂടെ ഈ നൈറ്റ് സീൻസ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ എന്താണ് അതിൻ്റെ ട്വീക്ക് എന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇതൊരാളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെയാണല്ലോ ഒരാൾ ലൈറ്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കാം, ഷെമിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കാം, പക്ഷെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതാണ് അത്. കോപ്പി ഓക്കെ, റെപ്ലിക്കേറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എൻഡ് ഓഫ് ദി ഡേ ഞാനത് അതേപോലുള്ളൊരു നൈറ്റ് സീൻ, ഒരു മൂഡ് ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്ന് റെപ്ലിക്കേറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതൊരുത്തൻ ചെയ്തതല്ലേ അത്. പക്ഷെ അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ സിംഗിൾ ടേക്കുകളെ കുറിച്ച് ഇപ്പോൾ ഒരു സീരീസ് ഇറങ്ങി 4 എപ്പിസോഡ് 50 മിനിറ്റ് 60 മിനിറ്റോളം സിംഗിൾ ടേക്കിൽ എടുത്തു എന്ന് പറയുമ്പം അഡോളസൻസ് അതിപ്പം ഈ ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ, സിംഗിൾ ടേക്ക് ആയതുകൊണ്ട് ലാഗ് ചെയ്തോ എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ സിംഗിൾ ടേക്ക് ഇല്ലെങ്കിലും ഇതേ ഇമോഷൻ നമുക്ക് കിട്ടില്ലേ, പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് ചിലപ്പോൾ അത്ര വിവരമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നാറ്? അതിൻ്റെ ഒരു നെസസിറ്റി ഉണ്ടോ? അത് വാട്ട് ഈസ് ഇറ്റ് ഡിമാൻഡിങ്? ആൻഡ് ഇത് ഡയറക്ടറുടെ വിഷനാണല്ലോ. അയാൾക്ക് ഇപ്പോൾ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് മാത്രം ഒരു കഥ മൊത്തം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നോട്ട്? ഒരു വീടിനകത്ത് കഥ നടക്കണം. അപ്പോൾ വീടിനകത്ത് ഷെമിനുണ്ട്, ഷെമിൻ്റെ ഹസ്ബൻഡുണ്ട്, പിള്ളേരുണ്ട്, നിങ്ങൾക്ക് തമ്മിൽ കോൺഫ്ലിക്റ്റ്, ഇത് ഒരു 2 മണിക്കൂർ ഒരു ഇവൻറ്റ് നടക്കുന്നു, നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ കരയുന്നു, അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ വീടിൻ്റെ ടോപ്പ് ആംഗിൾ വെച്ചിട്ട് മാത്രം ഷൂട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് മൈ വിഷൻ. അത് ഇപ്പം ഞാൻ എസ്പെഷ്യലി ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കൂടെയൊക്കെ ഒരു ഇമയു എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇമയു ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോൻ്റെ മനസ്സിൽ ആദ്യത്തെ സീൻ മാത്രമേ ഉള്ളൂ സിംഗിൾ ഷോട്ട്. അച്ഛൻ ഇറങ്ങി വന്ന് കവലയിൽ തല്ല് പിടിച്ചു, പുള്ളി വീട്ടിലേക്ക് പോയി,
എന്ന് പറയുന്ന അത്രയും മാത്രമേ ഒരു ഫസ്റ്റ് സീൻ സിംഗിൾ ഷോട്ടിൽ എടുത്തിട്ട് ബാക്കിയെല്ലാം ബ്രേക്ക് ചെയ്ത് പോകാമെന്നുള്ളതായിരുന്നു. നമ്മൾ ആ സീൻ അന്ന് രാത്രി ഷൂട്ട് ചെയ്ത് അത് മോണിറ്ററിൽ കണ്ടത് ഓക്കെ പറഞ്ഞതിന് ശേഷം ആണ് എനിക്ക് തോന്നുന്നത് ലിജോ ബാക്കിയെല്ലാം നമുക്ക് ഒരു സീൻ ഒരു ഷോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ലിജോൻ്റെ പടം ചെയ്യാൻ പോകുമ്പോഴേ ചേച്ചിക്കാർക്ക് അറിയായിരുന്നു സിംഗിൾ ഷോട്ട്. അപ്പോൾ ലിജോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മച്ചാനെ സിംഗിൾ ഷോട്ട് അല്ലല്ലോ അല്ലേ, പുള്ളി അല്ലാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ പാവത്തിന്. ഫുൾ സിംഗിൾ ഷോട്ട്. ഐ വാസ് ഓൾസോ ദെയർ. അത് വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. സച്ച് എ ഗ്രേറ്റ് മേക്കർ, ക്രേസി ഗൈ. അപ്പോൾ അത് ഓരോരുത്തർ ഡിമാൻഡ് ചെയ്യുന്നതാണ്, ഓരോ ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതിന് എങ്ങനെ ചോദ്യം ചെയ്യണം, അതിൻ്റെ നെസസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സീൻ ആ ആസ്പെക്റ്റിൽ ഞാൻ വീണ്ടും റീവിസിറ്റ് ചെയ്ത് നോക്കിയാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അഡോളസെൻസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈഫ് അവിടെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി തേർഡ് എപ്പിസോഡ്, ഫോർത്ത് എപ്പിസോഡ് ഗംഭീരമാണ്. ആൻഡ് എസ്പെഷ്യലി തേർഡ് എപ്പിസോഡ് ആ ലോയറും കൊച്ചും തമ്മിലുള്ളൊരു സൈക്കാട്രിസ്റ്റും കൊച്ചും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ, അത് അതിൻ്റെ നെസസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടി ഉണ്ടാവില്ല, നമ്മൾ ബ്രേക്കായി പോകും. അത് ഇവർ ഒച്ച എടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആ ഗാർഡ് കൊച്ചിനിടക്ക് പറയുന്നുണ്ട് കാം ഡൗൺ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു കട്ട് ചെയ്യാതെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ആ ക്യാമറ മൂവ് ചെയ്യുന്നത് തന്നെ ഒരു കൊറിയോയാണ്. അത് സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ഈ പെർട്ടിക്കുലർ ഡയലോഗിൽ ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യണ്ടേ. ഓക്കെ, ഈ കപ്പേള ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചു മുറ ജിംഷി ആയിരിക്കും ചെയ്യാന്ന്. കാരണം ഈ ഒരു ഇടിപ്പട സ്പെഷ്യലിസ്റ്റ് എല്ലാരും പറയാറുണ്ടല്ലോ. മുസ്തു വിളിച്ചില്ല, ഞാൻ അതുകൊണ്ട് മുസ്തുവിനെ വിളിച്ചിട്ടില്ല. ആണോ? ആയില്ല, പടം റിലീസ് ആവുന്നതിന്റെ തലേന്നെന്തോ ഞാൻ വിളിച്ചിരുന്നു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു മച്ചാൻ. ഇല്ല റിലീസ് ആയ അന്നോ അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല. ബട്ട് വിളിച്ചിരുന്നു മുറയുടെ സമയം. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ പുള്ളി നമ്മളെ വിളിച്ചില്ല മുസ്തു. മേ ബി അടുത്ത പടം ചെയ്യാം മുസ്തുവിടെ കൂടെ. ഈ കപ്പേളയുടെ മറ്റേ ആ കടൽ കാണാൻ പോകുന്നുള്ള ഭയങ്കര ട്രോളായല്ലോ. ഷൂട്ട് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ലടോ, ഷൂട്ട് ചെയ്തപ്പോൾ തോന്നിയിട്ടില്ല. ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ അത് വേറൊരു മൂഡിലാണല്ലോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നീടാണത് കോമഡിയായി മാറുന്നത്. അത് പ്രതീക്ഷിക്കാതെ ചില സാധനങ്ങൾ അങ്ങനെ ആവുമല്ലോ അല്ലേ. പിന്നെ ഒന്നാമത്തെ കാര്യം, ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ആ കുട്ടിയെ കരഞ്ഞല്ലാതെ കണ്ടിട്ടില്ല. അത് ബ്രേക്ക് ടൈമിലും കണ്ണൊക്കെ കലങ്ങിയാണ്. ക്യാരക്ടർ പിടിക്കുന്ന അല്ല എന്താന്നറിയില്ല, നമ്മുടെ അന്ന ഷീ വാസ് പുഷിങ് ടു ഹാർഡ് ഫോർ ഇറ്റ്. ആ സമയത്ത് 3-4 ദിവസം അത് ക്യാരക്ടർ പിടിക്കുന്നതാണോ ഓർ ഷീ കുഡ്ന്റ് റിക്കവർ ഇറ്റ്, ഐ ഡോണ്ട് നോ. ഷീ വാസ് പുഷിങ് സോ ഹാർഡ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ യു ഡൂയിങ്? അതിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ടേക്ക് പറയുമ്പോൾ കരയാൻ പറ്റില്ല എന്നല്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെ നനഞ്ഞിരിക്കാം, കണ്ണിനെ കാണാം. ആക്ടിങ് ഞാൻ ഭയങ്കര അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മൊമെൻ്റാണ്. അത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. യു ഷുഡ് പുഷ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഓർ നോട്ട്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്, ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോഴേ ആളിങ്ങനെ ഇരിക്കടോ, കണ്ണാനിരിക്കുക ഫുൾ ഡേ, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ഫുഡ് കഴിക്കാൻ. ബട്ട് അമേസിങ് ആക്ടർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മുസ്തുയുടെ കൂടെ. പുള്ളി ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ, ഒരുപാട് തിയേറ്റർ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു തിയേറ്റർ ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ് പുള്ളി ആ പടം ചെയ്തിട്ടുള്ളത്. അപ്പം മുറയുടെ BTSൽ നമുക്ക് കണ്ടാലും അറിയാം, പുള്ളി തിയേറ്റർ പോലത്തെ ഒരു പരിപാടിയാണ് പുള്ളിയുടെ. അത് ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. മുസ്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് ആക്ടേഴ്സിനായിരിക്കും. മുസ്തു അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, പുള്ളി ആക്ടർ ആയതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പം RDX ഡയറക്ടറുടെ അടുത്ത പടം ജിംഷിയാണ് ചെയ്യുന്നതെന്ന് കേട്ടു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് പറയാനുണ്ടോ? അതിനെക്കുറിച്ച് അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം ഗെയിം എന്ന് പറയുന്ന സിനിമ നാസിദായത്താണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ദുൽഖറാണ് അതിലെ നായക വേഷം എന്ന് പറയാനായിട്ട്. അതിലേറ്റവും ദുൽഖറിനെ പോലെ തന്നെ ഏറ്റവും പ്രധാന വേഷത്തിൽ ആൻ്റണി വർഗീസ് ഉണ്ട്. പിന്നെ ഇറ്റ്സ് എ സ്പോർട്സ് ഡ്രാമ തന്നെയാണ്. ആഫ്റ്റർ ബോക്സിങ്
ഇതിലെന്ത് സ്പോർട്ടാ? ക്രിക്കറ്റാണ്. ഓക്കെ. ഇറ്റ്സ് എ സ്പോർട്സ് ഡ്രാമ, ത്രില്ലറാണ്, ആക്ഷൻ പാക്ഡ് ആണ്, ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ കൈൻഡ് ഓഫ്. എല്ലാം ഉണ്ട്. ലൈക്ക് RDX ഇറ്റ് സെൽഫ് എല്ലാ ഇമോഷൻസും ഉള്ള ഒരു നഹാസ് ഹിദായത്ത് പടം തന്നെ ആയിരിക്കും അത്. അവൻ്റെ സെൻസിബിലിറ്റിയിലുള്ളൊരു നല്ലൊരു പടമായിരിക്കും. ഈ പുതിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ ഒരു ഓക്കെ ഇവരോട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ടീമാണോ, ഇതെല്ലാം കൂടിയാണോ, എന്താ? ഡയറക്ടറായിരിക്കും. പുതിയ ഒരാൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂ കമർ ആണെന്നുണ്ടെങ്കിൽ പോലും വാട്ട് കൈൻഡ് ഓഫ് എൻ എനർജി ദാറ്റ് ഗായ് ഗിവ്സ് യു. എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. ഒന്നാമത്തെ കാര്യം അവനെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. ഇവിടെ ഇരുന്ന് സെല്ല് ചെയ്യുന്ന ഐഡിയ സെല്ല് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഷൂട്ടിൽ അത് പുൾ ഓഫ് ചെയ്യുന്നത്. അതിനൊക്കെ ഉള്ളൊരു ഡെപ്തും കാലിബറൊക്കെ ആൾക്കുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ഇഫ് ദ സ്ക്രിപ്റ്റ് ഇസ് ഓക്കെ ആൻഡ് ഗുഡ് ഇനഫ് യു ക്യാൻ ഡു ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും നോക്കാറില്ല. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഡയറക്ടറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്ററുടെ കയ്യിൽ നിന്ന്. വായിക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ക്ലിയർ പിക്ചർ കിട്ടുന്നത് ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റർ നറേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു നറേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ ഗുഡ് ഹി ഈസ്. നഹാസിൻ്റെ കേസിൽ ഈസ് അമേസിങ് വെൻ നറേറ്റിംഗ്. എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഞാനത് പുള്ളി സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവൻ പറയാത്തതായിട്ടുള്ള ഒരു ഡീറ്റെയിലും അതിനകത്തില്ല. ഒന്നാമത്തെ ഞാനൊരു സ്ലോ റീഡർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം എടുക്കും ഒരു സ്ക്രിപ്റ്റൊക്കെ തീരാൻ. അപ്പോൾ ഇത് വായിച്ച് തീർന്നപ്പോൾ ഞാൻ ആലോചിച്ചത് വായിക്കണ്ടായിരുന്നു, ഇത് മൊത്തം പറഞ്ഞു തന്നാലും വെറുതെ ടൈം അത്രയും പോയി. അത് അവരും പറയുന്നുണ്ടായിരുന്നു ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് നറേറ്റ് ചെയ്യും. അത് നല്ല, അത് ഭയങ്കര ക്വാളിറ്റിയാണ് അവൻ്റെ, ഭയങ്കര ക്വാളിറ്റിയാണ്. അത് എത്ര വേണേലും പറഞ്ഞു തരാനും മടിയില്ല. അതുണ്ട്. തന്തവൈബ് ജിംഷിയാണോ? തന്തവൈബ് ഇങ്ങനെ മൂസിനായിട്ടുള്ള ഡിസ്കഷൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് പക്ഷെ ഒന്നും പറയാനായിട്ടില്ല. അതിൻ്റെ ജോൺറേ ഫിക്സ് ആയി, അതിൻ്റെ ക്യാരക്ടേഴ്സ് ഫിക്സ് ആയി എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് കഥ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ വിട്ടു പറയാൻ എനിക്കും അറിയില്ല. അതുകൊണ്ടാണ്. ടൊവിയാണ്, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് മൂസിനായിട്ടുള്ളൊരു, അവൻ്റെ ഡയറക്ടോറിയൽ എൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ ആയിരിക്കും. ഐ ആം ഓൾസോ എക്സൈറ്റഡ്. പിന്നെ മൂസിൻ്റെ കൂടെ തന്തവൈബ് അല്ലാതെ തന്നെ വേറൊരു സിനിമയും പ്ലാൻ ഉണ്ട്. അത് മൂസിൻ ഡയറക്റ്റ് ചെയ്യുന്ന, അത് മൂസിൻ്റെ വൺ ഓഫ് ദ ഡ്രീം പ്രോജക്റ്റ് ആണ്. അതൊരു പീരിയഡ് ഡ്രാമയാണ്. പീരിയഡ് ഇൻ ദ സെൻസ് ശരിക്കും ആക്ച്വൽ നല്ലൊരു പീരിയഡ് ഡ്രാമയാണ്, ആക്ഷൻ പാക്ഡ്. അതിൻ്റെ സ്റ്റോറി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വളരെ എക്സൈറ്റഡ് ആണ് ആ സിനിമയിലും. അതൊരു ബിഗ് സിനിമയാണ്. അത് സമയമെടുക്കുമായിരിക്കാം. ഇനിയിപ്പോൾ എഴുത്ത് കഴിഞ്ഞതോ എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്ത് കഴിഞ്ഞാണെന്ന് പറയാം. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ടല്ലോ. ഒരു വലിയ സിനിമ ആകുമ്പോൾ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് വീടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സിനിമ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ തന്തവൈബ് മേ ബി നെക്സ്റ്റ് ഇയർ ഏർലി ഉണ്ടാവും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. കുറേ സമയമായിട്ട് ഇരുന്ന് അല്ലേ. താങ്ക് യു സോ മച്ച്.